ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരിടത്തും അടങ്ങിയിരിക്കാത്ത കുറച്ച് കൗമാരക്കാരെ വെറുമൊരു പ്ലാസ്റ്റിക് സിറിഞ്ച് മാത്രം ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റിയുടെ സങ്കീർണമായ ഫിസിക്സ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതൊരു വല്ലാത്ത ടാസ്ക് തന്നെയായിരിക്കും. അതെ. അല്ലെങ്കിൽ എന്താ പറയാ, ഒരു തേനീച്ചക്കൂടിന്റെ കഥ പറഞ്ഞുകൊണ്ട് ആറ്റത്തിന്റെ ഘടന അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. കേൾക്കുമ്പോ ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ രംഗം പോലെ തോന്നാമല്ലേ? തീർച്ചയായും, കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുക. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈ ആഴത്തിലുള്ള വിശകലനത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇത് രണ്ടും പ്രായോഗികമായി ചെയ്ത ഒരാളെക്കുറിച്ചാണ്, വിൻസെന്റ്. നമ്മളിന്ന് പരിശോധിക്കുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിലെ അവസാന ഭാഗങ്ങളിൽ നിന്നുള്ള ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നോ? എന്താണ്? ഈ വിപ്ലവകരമായ മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നത് ഏതെങ്കിലും ഹൈടെക് ലബോറട്ടറിയിൽ നിന്നല്ല, മറിച്ച് സ്വന്തം ശരീരത്തിന്റെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഒരു വീൽചെയറിൽ ഒതുങ്ങിപ്പോയതിനു ശേഷമാണ്. കൃത്യമായി പറഞ്ഞാൽ, ശാരീരികമായി പൂർണ്ണമായും തളർന്നുപോയ ഒരാൾ എങ്ങനെയാണ് കുട്ടികൾക്ക് ഈ അദൃശ്യവും സങ്കീർണവുമായ ആശയങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന മികച്ചൊരു വഴികാട്ടിയായി മാറുന്നതെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതെ, ശരിക്കും അതൊരു വലിയ അത്ഭുതമാണ്. ഈ കുറിപ്പുകൾ ഒരു സാധാരണക്കാരന്റെ അതിജീവന കഥ മാത്രമല്ല, മനുഷ്യന്റെ തലച്ചോറ് എങ്ങനെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, നമ്മൾ പ്രതിസന്ധികളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൻ്റെയൊക്കെ വലിയൊരു പാഠപുസ്തകം കൂടിയാണിത്. തീർച്ചയായും. അപ്പോ നമുക്കിതൊന്ന് വിശദമായി തന്നെ നോക്കാം. വിൻസെന്റിന്റെ ഈ മാറ്റങ്ങൾ തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ വാതിലിലെ ഒരു അപ്രതീക്ഷിത മുട്ടോടെയാണ്. മിസ്റ്റർ ഡിസ്റ്റൽ എന്നാണ് അദ്ദേഹം ആ മുട്ടിനെ വിശേഷിപ്പിക്കുന്നത്. എനിക്കത് ആദ്യം വായിച്ചപ്പോൾ ശരിക്കും മനസ്സിലായില്ല. ഈ മിസ്റ്റർ ഡിസ്റ്റൽ എന്നത് എന്തെങ്കിലും ബാങ്ക് ഉദ്യോഗസ്ഥനോ മറ്റോ ആണോന്ന് ഞാൻ തോന്നിപ്പോയി. അത് സ്വാഭാവികമാണ്. അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തിയെപ്പോലെ അതിനെ വിശേഷിപ്പിച്ചത് മനഃപൂർവ്വമാണ്. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ, മിസ്റ്റർ ഡിസ്റ്റൽ എന്നത് ഒരു മനുഷ്യനല്ല. അതെ. വിൻസെന്റിനെ ബാധിച്ച ഡിസ്റ്റൽ മസ്കുലാർ ഡിസ്ട്രോഫി അല്ലെങ്കിൽ അതുപോലുള്ള വളരെ ഗുരുതരമായ ഒരു ശാരീരികാവസ്ഥയെയാണ് അദ്ദേഹം അങ്ങനെ വിളിക്കുന്നത്. അതായത് ശരീരത്തിന്റെ പേശികൾ ക്രമേണ ദുർബലമാകുന്ന ഒരു രോഗം. സ്വന്തമായി നടക്കാനോ വിരലുകൾ ചലിപ്പിക്കാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇത് മനുഷ്യനെ എത്തിക്കും. ശരിക്കും ഭയപ്പെടുത്തുന്നൊരവസ്ഥ. ഈയൊരു വാതിൽ മുട്ടോടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം ആകെ കീഴ്മേൽ മറിയുന്നത്. ആ അവസ്ഥ എത്രത്തോളം ഭീകരമായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ പിന്നീടുള്ള വാക്കുകളിൽ വ്യക്തമാണ്. എന്തെല്ലാമാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്? ഈ രോഗം വന്നതോടെ അദ്ദേഹം സ്വന്തമായി നടത്തിയിരുന്ന ട്രാൻസ്ഫോമർ നിർമ്മാണ ബിസിനസ് പൂർണ്ണമായും നിർത്തേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹം ഒരു വീൽചെയറിലായി. അദ്ദേഹത്തിന്റെ വിരലുകളുടെ സ്വാധീനം പോലും ഭാഗികമായി നഷ്ടപ്പെട്ടുപോയി. അപ്പോഴാണ് കോവിഡ് മഹാമാരിയും വരുന്നതല്ലേ? അതെ, കൃത്യമായി അപ്പോഴാണ് അതും വരുന്നത്. ആ കോവിഡ് പ്രോട്ടോകോൾ കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ ലിൻസിക്ക് അതുവരെ നടത്തിയിരുന്ന കിൻഡർ ഗാർഡൻ അടച്ചുപൂട്ടേണ്ടി വന്നു. അതായത് ആ കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറയും അവിടെ തകർന്നു. വളരെ വലിയൊരു തകർച്ച. അതെ. പിന്നീട് അവരുടെ മക്കളായ ഡെന്നിസും ഡാനിയലുമാണ് ആ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ ഏറ്റെടുത്തത്. ഇപ്പോ വിൻസെന്റും ഭാര്യയും തങ്ങളുടെ വീട്ടിൽ വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്താണ് ജീവിക്കുന്നത്. നോക്കൂ, ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് പൂർണ്ണമായും തകർന്നു പോവാനുള്ള കാരണങ്ങളാണ്. ആരോഗ്യം പോയി, വരുമാനം നിലച്ചു, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നു. ശരിയാണ്. പക്ഷെ അവിടെയാണ് വിൻസെന്റ് വ്യത്യസ്തനാകുന്നത്. ഈയൊരു പ്രതിസന്ധിക്കിടയിൽ അദ്ദേഹം എഴുതുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം തന്റെ പുതിയ വീടിന്റെ വരാന്തയിൽ ആ പച്ചപ്പിലേക്ക് നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ 20കളിൽ നടന്ന ഭയാനകമായ ഒരു അപകടം. ആ കിണറ്റിലെ സംഭവം. അതെ, അത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടി തോന്നും. അവർ സ്വന്തം വീട്ടിലെ കിണറ്റിലെ ചെളി മാറ്റുകയായിരുന്നു. വിൻസെന്റ് താഴെ മുട്ടോളം ചെളിയിൽ നിൽക്കുന്നു. മുകളിൽ നിന്നുള്ള മങ്ങിയ വെളിച്ചം മാത്രം. ബക്കറ്റുകൾ നിറയെ ചെളി അദ്ദേഹം മുകളിലേക്ക് കയറ്റിവിടുകയാണ്. അപ്പോഴാണ് ആ അപകടം നടക്കുന്നത്. അതെ, പെട്ടെന്നാണ് അദ്ദേഹം ആ സത്യം തിരിച്ചറിയുന്നത്. ഏറ്റവും താഴെയുള്ള കോൺക്രീറ്റ് വളയത്തിന്റെ അടിയിലെ മണ്ണ് അദ്ദേഹം അറിയാതെ കൂടുതലായി മാറ്റിക്കഴിഞ്ഞിരുന്നു. അതോടെ ആ വലിയ കോൺക്രീറ്റ് വളയങ്ങൾ താഴേക്ക് ഇളകാൻ തുടങ്ങി. എന്റമ്മോ, ആ വിള്ളലുകൾ വീഴുന്ന ശബ്ദം! ഏതു നിമിഷവും ആ കോൺക്രീറ്റ് അദ്ദേഹത്തിന് മേൽ പതിക്കാമെന്നൊരവസ്ഥ. അതെ. പക്ഷേ അവിടെ അദ്ദേഹം ചെയ്തതെന്താണെന്നോ? ജീവൻ രക്ഷിക്കാൻ ആ വളയങ്ങൾക്കിടയിൽ കാൽ വെച്ചില്ല. മറിച്ച് തന്റെ കയ്യിലുണ്ടായിരുന്ന കയറിൽ മാത്രം പൂർണ്ണ ശക്തിയോടെ പിടിച്ച് അദ്ദേഹം മുകളിലേക്ക് കയറി രക്ഷപ്പെട്ടു. അവിടെ ആ 20കാരൻ സ്വീകരിച്ച ആ തീരുമാനം വളരെ നിർണായകമാണ്. ഭയത്തിന്റെ ആ നിമിഷത്തിൽ
തകരുന്ന ഒന്നിൽ ചവിട്ടി നിൽക്കാൻ ശ്രമിക്കുന്നത് അപകടമാണെന്നുള്ള തിരിച്ചറിവ്. നിങ്ങൾ ഈ കാര്യം പറയുമ്പോഴാണ് എനിക്കൊരു കാര്യം സ്ട്രൈക്ക് ചെയ്തത്. ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എങ്ങനെ? അതായത് കിണറ്റിലെ ആ വളയങ്ങൾ തകർന്നു വീണതും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മിസ്റ്റർ ഡിസ്റ്റിൽ കാരണം അദ്ദേഹത്തിന്റെ ശരീരവും ബിസിനസ്സും തകർന്നതും, ഇത് രണ്ടും ഒരേപോലെ തന്നെയല്ലേ? രണ്ടും അദ്ദേഹത്തിന്റെ അടിത്തറ തകർക്കുന്ന കാര്യങ്ങളായിരുന്നു. ശരിയാണ്. രണ്ടിടത്തും അദ്ദേഹം തളർന്നിരുന്നില്ല, കയ്യിലുള്ള കയറിൽ പിടിച്ച് കയറുകയായിരുന്നു, അല്ലേ? നോക്കൂ, മേൽനോട്ടത്തിൽ താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. ആ രണ്ട് തകർച്ചകളും സമാനമാണ്. പക്ഷേ ഇത് രണ്ടും നേരിട്ട രീതിയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. വ്യത്യാസമോ? എന്ത് വ്യത്യാസം? അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കിണറ്റിലെ ആ അപകടം നടന്ന സമയത്ത് വിൻസെന്റ് കാണിച്ചത് 100% ശാരീരികമായ ഒരു അതിജീവനത്വരയാണ്. അഥവാ ഒരു ഫിസിക്കൽ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ്, ശരീരത്തിന്റെ പെട്ടെന്നുള്ളൊരു റിഫ്ലെക്സ് ആക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓ ശരി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ആ രോഗം വന്ന് ശരീരവും ബിസിനസ്സും തകർന്നപ്പോൾ അതൊരു പെട്ടെന്നുള്ള ഫിസിക്കൽ റിയാക്ഷൻ ആയിരുന്നില്ല. അവിടെ അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് വളരെ ആഴത്തിലുള്ളൊരു മാനസികമായ മാറ്റമായിരുന്നു. അതായത് ഒരു മെന്റൽ ചേഞ്ച്. അതെ, തന്റെ പുതിയ അവസ്ഥയുമായി പൊരുത്തപ്പെടാൻ വർഷങ്ങളെടുത്ത് അദ്ദേഹം നടത്തിയ ഒരു മെന്റൽ റീവയറിംഗ് ആണ് രണ്ടാമത്തത്. ഓ, ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. അപ്പോൾ വെറും ശാരീരികമായ അതിജീവനം മാത്രമല്ല അവിടെ നടന്നത്? ഒരിക്കലുമല്ല. വെറുതെ ജീവൻ നിലനിർത്തുക എന്നതിലുപരി ആ ജീവിതം കൊണ്ട് ഇനി എന്തു ചെയ്യണമെന്ന ചിന്തയാണ് അദ്ദേഹത്തെ നയിച്ചത്. ആ ഒറ്റപ്പെടൽ അദ്ദേഹത്തെ തളർത്തുകയല്ല ചെയ്തത്. അതെ, അദ്ദേഹം തന്റെ ആത്മകഥയിലെ ആ ഒറ്റപ്പെടലിനെ വിശേഷിപ്പിക്കുന്നത് വളരെ മനോഹരമാണ്. ഒരു കൊക്കോണിനുള്ളിലെ ചിത്രശലഭത്തെ പോലെ എന്നാണ് അദ്ദേഹം ആ അവസ്ഥയെ കാണുന്നത്. വളരെ അർത്ഥവത്തായ ഒരു താരതമ്യം. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് വിൻസെന്റ് വീൽചെയറിൽ ഇരിക്കുന്ന ഒരാളാണ്. എന്നാൽ ആ കൊക്കോണിനുള്ളിൽ വലിയൊരു പരിവർത്തനം നടക്കുന്നുണ്ടായിരുന്നു. ആ മാറ്റം ശരിക്കും നമ്മെ അത്ഭുതപ്പെടുത്തും. തീർച്ചയായും. വെറും ഒരു ടച്ച് സ്ക്രീൻ മൊബൈലിന്റെ മാത്രം സഹായത്തോടെ തന്റെ 58ാം വയസ്സിൽ അദ്ദേഹം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹം ആ വീൽചെയറിൽ ഇരുന്ന് നേടിയെടുത്തു. അതാണ് ശരിക്കും ആ ചിത്രശലഭം പുറത്തുവരുന്ന നിമിഷം. അവിടെ അദ്ദേഹം കുറിക്കുന്ന ഒരു വരിയുണ്ട്. ചില ആളുകൾ അദ്ദേഹത്തെ വീൽചെയറിലെ ഒരു വെറും ജീവനായി മാത്രം കണ്ടപ്പോൾ കുട്ടികൾക്ക് അദ്ദേഹം അതിവിദഗ്ധനായ ഒരു അധ്യാപകനായിരുന്നു, ഒരു ഏസ് ട്യൂട്ടർ. അതെ, ഇതിനെ അദ്ദേഹം വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: മനോഹരമായ ഒരു പെയിന്റിംഗ് കാണാതെ അതിലെ ഫ്രെയിമിലെ വിള്ളലിലേക്ക് മാത്രം നോക്കി നിൽക്കുന്നവരെ പോലെയാണ് ചിലർ. അതൊരു കേവലമായ വാചകമല്ല, മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഒരു മനഃശാസ്ത്രത്തിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. ആ പെയിന്റിംഗ് എന്നത് വിൻസെന്റ് എന്ന വ്യക്തിയുടെ അറിവും പ്രതിഭയുമാണ്. ആ ഫ്രെയിമിലെ വിള്ളൽ എന്നത് അദ്ദേഹത്തിന്റെ ശാരീരിക പരിമിതികളും. ഈ കേൾക്കുന്ന നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെയൊക്കെ കുടുംബത്തിലോ ജോലിസ്ഥലത്തോ നമ്മളും പലപ്പോഴും ഇതുതന്നെയല്ലേ ചെയ്യുന്നത്? അതെ, സ്ഥിരമായി സംഭവിക്കുന്നതാണ്. ഒരാളുടെ അറിവോ പ്രതിഭയോ കാണാൻ ശ്രമിക്കാതെ അവരുടെ പെട്ടെന്ന് കണ്ണിൽപ്പെടുന്ന കുറവുകളിലേക്ക് അല്ലെങ്കിൽ പരാജയങ്ങളിലേക്ക് മാത്രം നോക്കി നമ്മൾ അവരെ വിലയിരുത്തുന്നു. ആ ഫ്രെയിമിലെ വിള്ളലിൽ മാത്രം നാം നമ്മുടെ കണ്ണുകളെ ഉടക്കി നിർത്തുന്നു. എന്നിട്ട് ആ വ്യക്തിക്ക് നൽകാൻ കഴിയുന്ന യഥാർത്ഥ സംഭാവനകളെ നമ്മൾ പൂർണ്ണമായും അവഗണിക്കുന്നു. അതെ, സമൂഹത്തിൽ പലപ്പോഴും അതാണ് നടക്കുന്നത്. പക്ഷേ സമൂഹം എളുപ്പത്തിൽ കാണുന്ന ആ വിള്ളലിനെ തന്റെ അറിവുകൊണ്ട് അപ്രസക്തമാക്കുകയാണ് വിൻസെന്റ് ചെയ്തത്. എങ്കിലും ഒരു അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ എങ്ങനെയാണത് സാധിച്ചെടുത്തത് എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇതൊരു മാസ്റ്റർ ക്ലാസ്സായി മാറുന്നത്. ശരിയാണ്, അവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. അദ്ദേഹത്തിന്റെ പഠിപ്പിക്കുന്ന രീതി അഥവാ ടീച്ചിംഗ് സ്റ്റൈൽ തികച്ചും അസാധാരണമാണ്. പരമ്പരാഗതമായ ക്ലാസ് റൂം രീതികളല്ല അദ്ദേഹം ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ് ആ രീതികൾ? ഉദാഹരണത്തിന് ട്രിഗ്നോമെട്രിയിലെ സങ്കീർണമായ സൂത്രവാക്യങ്ങൾ. അതൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് തലവേദനയാണ്. പക്ഷേ വിൻസെന്റ് അത് പഠിപ്പിക്കാൻ ഒരു വിദ്യ കണ്ടുപിടിച്ചു. അത് രസകരമാണല്ലോ. PBPH എന്നതിനെ അദ്ദേഹം ഒരു കഥയാക്കി മാറ്റുന്നു. പ്രേംസ് ബ്രദർ പ്രേം ഹിറ്റ് ഹർ ബോയ്ഫ്രണ്ട്. ഈയൊരു വാചകം കേൾക്കുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് ചിരി വരും. അത് അവരുടെ മനസ്സിൽ നിൽക്കുകയും ചെയ്യും. നർമ്മം കലർന്നതോ അല്ലെങ്കിൽ അല്പം വിചിത്രമായതോ ആയ വിവരങ്ങൾ വരുമ്പോൾ തലച്ചോറിലെ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് ആ ഓർമ്മയെ കൂടുതൽ ശക്തമായി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. വിൻസെന്റ് ഇവിടെ ഒരു ശാസ്ത്രജ്ഞനെ പോലെയാണ് കുട്ടികളുടെ തലച്ചോറിനെ കൈകാര്യം ചെയ്യുന്നത്. വാക്ക്. അതുമാത്രല്ല, ഇലക്ട്രിസിറ്റി എന്ന വിഷയം അദ്ദേഹം പഠിപ്പിക്കുന്ന രീതിയാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്.
നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടൊരു വിഷയമായിരിക്കും അത്. തീർച്ചയായും വോൾട്ടേജ്, കറണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ പാടാണ്. അതെ, ഇതൊന്നും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലല്ലോ. അദ്ദേഹം എന്താണ് ചെയ്തതെന്നോ, ഒരു സാധാരണ പ്ലാസ്റ്റിക് സിറിഞ്ചുമായിട്ടാണ് അദ്ദേഹം ഈ വലിയ ഫിസിക്സ് തിയറിയെ താരതമ്യം ചെയ്തത്. സത്യത്തിൽ കൊഗ്നിറ്റീവ് സയൻസ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ജീനിയസ് ഐഡിയ ആണ്. താങ്കൾ പറഞ്ഞതുപോലെ വോൾട്ടേജ് എന്നോ കറന്റ് എന്നോ പറയുമ്പോൾ കുട്ടികളുടെ തലച്ചോറിനത് പ്രോസസ്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊരു അദൃശ്യമായ ആശയമാണ്. അതെ, പക്ഷേ സിറിഞ്ച് അങ്ങനെയല്ലല്ലോ. കുട്ടികൾക്ക് നേരിട്ട് കണ്ട് പരിചയമുള്ള ഒന്നാണ്. വിൻസെന്റ് സിറിഞ്ചിന്റെ ബാരലും പ്ലഞ്ചറും ചേർന്നു കൊടുക്കുന്ന മർദ്ദത്തെ വോൾട്ടേജായി കണക്കാക്കുന്നു. അതിലെ അളവുകൾ ജൂളുകളാണ്. ആ സിറിഞ്ചിന്റെ നീഡിലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒഴുക്കിന്റെ ശക്തിയാണ് കറന്റ്. ഒപ്പം ആ നീഡിലിലെ ദ്വാരത്തിന്റെ വലിപ്പമാണ് റെസിസ്റ്റൻസ്. അതായത് ദ്വാരം ചെറുതാകുമ്പോൾ ഒഴുക്കിന് തടസ്സം നിൽക്കുന്ന ആ അവസ്ഥ. അദൃശ്യമായ ഒരാശയത്തെ എത്ര ലളിതമായാണ് അദ്ദേഹം മാറ്റിയത്. സ്പർശിക്കാൻ കഴിയുന്ന ഒരനുഭവമാക്കി മാറ്റുകയാണ് അദ്ദേഹം ഇവിടെ ചെയ്തത്. ഇത് ശരിക്കും ഗംഭീരമാണ്. ഇനി അദ്ദേഹം ആറ്റം പഠിപ്പിക്കുന്നത് നോക്കൂ. അതും സമാനമായ മറ്റൊരു രീതിയല്ലേ. ആറ്റത്തിലെ അദ്ദേഹം ഒരു തേനീച്ചക്കൂടായാണ് കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആഹാ, തേനീച്ചക്കൂടോ? അതെ, അതിലെ പ്രോട്ടോണാണ് ആ കൂട്ടിലെ രാജ്ഞി. ന്യൂട്രോൺ രാജ്ഞിക്ക് കാവൽ നിൽക്കുന്ന പടയാളികളാണ്. ഇലക്ട്രോണുകളാകട്ടെ അടുത്തുള്ള പൂക്കളുമായി സംയോജിക്കാൻ പോകുന്ന തേനീച്ചകളാണ്. ഇത്രയും സങ്കീർണമായ ഫിസിക്സിനെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കുക എന്നത് ചെറിയ കാര്യമല്ല. അവിടെയാണ് ഒരു അധ്യാപകന്റെ യഥാർത്ഥ വിജയം ഇരിക്കുന്നത്. പുതിയ അറിവുകൾ കുട്ടികളുടെ മനസ്സിൽ കയറണമെങ്കിൽ അവർക്ക് മുൻപേ അറിയാവുന്ന ഒരു കാര്യവുമായി അതിനെ ബന്ധിപ്പിക്കണം എന്ന ലളിതമായ തത്വമാണ് വിൻസെന്റ് ഇവിടെ പ്രയോഗിക്കുന്നത്. ശരിയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ സിറിഞ്ചും തേനീച്ചക്കൂടുമൊക്കെ വെച്ച് സയൻസ് പഠിപ്പിക്കാം. എന്നാൽ അദ്ദേഹം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി വേറൊന്നായിരുന്നു. എന്തായിരുന്നു അത്? 3 കൗമാരക്കാരായ ആൺകുട്ടികളെ മനുഷ്യപ്രത്യുൽപാദനം അഥവാ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പഠിപ്പിക്കേണ്ടി വന്ന സാഹചര്യം. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ ക്ലാസ് മുറികളിൽ ഈ വിഷയം എത്തുമ്പോൾ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു തരം നാണക്കേടും പരസ്പരം നോക്കിയുള്ള ചിരിയും ഒക്കെ നമുക്കറിയാമല്ലോ. ഓഹ്, തീർച്ചയായും. അത് എല്ലാ അധ്യാപകരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ഇതൊരു വീൽചെയറിലിരുന്ന് ഈ കൗമാരക്കാരെ പഠിപ്പിക്കുക എന്നത് എങ്ങനെ സാധ്യമാകും? ക്ലാസ് മുഴുവനൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകില്ലേ? പക്ഷെ വിൻസെന്റ് അവിടെ ചെയ്തത് തന്റെ എംപതി അഥവാ സഹാനുഭൂതി എന്ന കഴിവ് ഉപയോഗിക്കുകയാണ്. ഈ വിഷയം നേരിട്ട് പുസ്തകത്തിലുള്ളതുപോലെ പഠിപ്പിച്ചാൽ കുട്ടികൾക്ക് നാണക്കേട് തോന്നുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആ പാഠഭാഗത്തിന്റെ ഓർഡർ അങ്ങ് മാറ്റിമറിച്ചു. ഓർഡർ മാറ്റിമറിക്കുക എന്ന് പറയുമ്പോൾ എന്തു മാറ്റമാണ് അദ്ദേഹം വരുത്തിയത്? സാധാരണഗതിയില് പുസ്തകത്തില് ശരീരശാസ്ത്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിനു പകരം അദ്ദേഹം ജനനം മുതൽ ഗർഭധാരണം എന്ന രീതിയിലേക്ക് ആ പാഠത്തെ റിവേഴ്സ് ചെയ്തു. അതായത് പുറകിൽ നിന്നും മുന്നോട്ട് എന്ന രീതിയിൽ. അതെ, അദ്ദേഹം അവിടെ ഉപയോഗിച്ച വാചകം വളരെ ശ്രദ്ധേയമാണ്. നമ്മൾ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ എന്നാണ് അദ്ദേഹം ക്ലാസ് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നത് മറ്റാരുടെയോ ശരീരത്തെക്കുറിച്ചുള്ള പഠനമല്ല, മറിച്ച് നമ്മുടെ തന്നെ കഥയാണെന്ന് അദ്ദേഹം കുട്ടികളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു എന്നാണ്. പൂർണ്ണമായും ശരിയാണ്. അതൊരു വലിയ സൈക്കോളജിക്കൽ ഷിഫ്റ്റാണ്. നമ്മൾ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ കുട്ടികൾ അത് അവരുടെ സ്വന്തം മാതാപിതാക്കളുമായി കണക്ട് ചെയ്യുന്നു. അതോടെ ആ ക്ലാസ്സിലെ കളിയാക്കലുകൾ നിൽക്കും. ശരിയാണ്. ആ പാഠം മുന്നോട്ടു പോയി സങ്കീർണമായ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും കുട്ടികൾ അവരുടെ സ്വന്തം അച്ഛനമ്മമാരെക്കുറിച്ചുള്ള വലിയൊരു ബഹുമാനത്തോടെ ആ വിഷയത്തെ സമീപിക്കാൻ തുടങ്ങി. അവിടെ യാതൊരുവിധ നാണക്കേടോ ചിരിയോ ഉണ്ടായില്ല. പകരം തികഞ്ഞ പക്വതയോടെ അവർ ആ വിഷയം പഠിച്ചു. വിൻസെന്റ് എന്ന അധ്യാപകനെ വ്യത്യസ്തനാക്കുന്നത് ഈയൊരു കാര്യമാണ്. വിഷയങ്ങളെ വെറുതെ തലച്ചോറിലേക്ക് കുത്തിവെക്കുകയല്ല, മറിച്ച് കുട്ടികളുടെ വൈകാരിക തലങ്ങളെ കൂടി മനസ്സിലാക്കി പാഠങ്ങളെ മാറ്റിയെഴുതാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അത്ഭുതപ്പെടുത്തുന്നൊരു മനുഷ്യൻ. അതെ, ആത്മകഥയുടെ അവസാന ഭാഗങ്ങളിൽ വിൻസെന്റ് ഒരു വലിയ സത്യം തിരിച്ചറിയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, വിൻസെന്റ് മരിക്കാം, പക്ഷേ അദ്ദേഹത്തിന്റെ രീതികൾ കാലാതീതമാണെന്ന്. ശരിക്കും ഒരു വലിയ സ്റ്റേറ്റ്മെന്റാണത്. അതെ, തന്റെ ശാരീരികമായ പരിമിതികളെ അദ്ദേഹം പൂർണ്ണമായും അംഗീകരിക്കുന്നു. പക്ഷേ തന്റെ അറിവ്, താൻ കണ്ടുപിടിച്ച ഈ പുതിയ രീതികൾ ഭാവി തലമുറകൾ ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഭാവിയിൽ ഒരുപക്ഷേ വിൻസെന്റിന്റെ അനലോഗി അധ്യാപകർക്കിടയിൽ സർവ്വസാധാരണമായി മാറിയേക്കാം. 60കളിൽ നിൽക്കുമ്പോഴും അദ്ദേഹം വെറുതെയിരിക്കുന്നില്ല. കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പുതിയ കാര്യങ്ങൾ നിരന്തരം പഠിക്കുകയാണ്. ഒരു യഥാർത്ഥ വിദ്യാർത്ഥിയെപ്പോലെ. അതെ, അദ്ദേഹത്തിനിപ്പോൾ തന്നെ പഴയ ജീവിതത്തെ ഓർത്ത് കുറ്റബോധമില്ല.
വാർദ്ധക്യകാല മരുന്നുകളില്ല. സംഗീതത്തെ അതിയായി സ്നേഹിക്കുന്ന ഒരു മ്യൂസിക്കോഫൈലായി അദ്ദേഹം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നു. അവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ വ്യത്യാസം വരുന്നത്. ശാരീരികമായി വീൽചെയറിലാണെങ്കിലും മാനസികമായി അദ്ദേഹം ആ പഴയ കിണറ്റിൽ നിന്ന് എപ്പോഴോ പുറത്തു കടന്നിരിക്കുന്നു. ഇതിൽ അവസാനമായി അദ്ദേഹം കുറിച്ചുവെച്ചൊരു വാചകമുണ്ട്. അതെപ്പോഴും ഓർക്കേണ്ട ഒന്നാണ്. അദ്ദേഹം പറയുന്നു, ഞാനൊരു വിത്തുപോലെ വീണു. അത് എവിടെ വീണുവോ അവിടെ നിന്നും മുളയ്ക്കാൻ തയ്യാറായ ഒരു വിത്ത്. എനിക്ക് മുളയ്ക്കാനുള്ള മണ്ണായിരുന്നു എന്റെ കഷ്ടപ്പാടുകൾ എന്ന്. വളരെ ആഴമുള്ളൊരു ചിന്തയാണത്. ഈയൊരു വാചകം നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കേണ്ടതാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നമ്മൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ, സങ്കടങ്ങളെ നമ്മെ പൂർണ്ണമായും കുഴിച്ചുമൂടുന്ന മണ്ണായിട്ടാണോ കാണുന്നത്, അതോ നമുക്ക് വളരാനുള്ള വളമായിട്ടാണോ? വളരെ കൃത്യമായ ഒരു ചോദ്യമാണത്. വിൻസെന്റ് തന്റെ സാമ്പത്തിക തകർച്ചയെയും രോഗാവസ്ഥയെയും തനിക്ക് വളരാനുള്ള ഒരു പുതിയ മണ്ണായി മാറ്റുകയാണ് ചെയ്തത്. ആ പുസ്തകം അദ്ദേഹം അവസാനിപ്പിക്കുന്ന രീതിയും അദ്ദേഹത്തിന്റെ ഈ പോസിറ്റീവ് മനോഭാവത്തെയാണ് കാണിക്കുന്നത്. അതെ, വളരെ രസകരവും പ്രകോപനപരവുമായൊരു ചിന്തയോടെയാണ് അദ്ദേഹം അത് അവസാനിപ്പിക്കുന്നത്. അദ്ദേഹം എഴുതുന്നു, വാതിലിൽ മറ്റൊരു മുട്ടു പ്രതീക്ഷിച്ചുകൊണ്ട് സൈനിങ് ഓഫ് യുവർ ആലിഗേറ്റേഴ്സ്. നോക്കൂ, ആദ്യത്തെ വാതിൽ മുട്ട് മിസ്റ്റർ ഡിസ്റ്റിലായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ശാരീരിക ശേഷി കവർന്നെടുത്തു. ഇനി വരാനിരിക്കുന്ന മുട്ട് ഒരുപക്ഷെ മരണത്തിന്റേതാകാം, അല്ലെങ്കിൽ ജീവിതത്തെ മാറ്റിമറിക്കുന്ന മറ്റൊരു വലിയ മാറ്റത്തിന്റേതാകാം. അതാണ് അതിലെ നർമ്മം. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും മരണത്തെയോ പുതിയ ദുരന്തങ്ങളെയോ അദ്ദേഹം ഭയപ്പെടുന്നില്ല. സൈനിങ് ഓഫ് യുവർ ആലിഗേറ്റേഴ്സ് എന്നതിലെ ആ നർമ്മബോധം ജീവിതത്തോടുള്ള അദ്ദേഹത്തിന്റെ വലിയൊരു വെല്ലുവിളിയാണ്. അതെ, എന്തുതന്നെ ആയാലും അദ്ദേഹം അതിനായി കാത്തിരിക്കുകയാണ്, ഒരു ഭയവുമില്ലാതെ. അപ്പോൾ നിങ്ങളോട് എനിക്കെന്ന് ചോദിക്കാനുണ്ട്, ജീവിതത്തിൽ വരാനിരിക്കുന്ന ഇത്തരം അപ്രതീക്ഷിതമായ ഇത്തരം മുട്ടുകളെ നിങ്ങൾ എങ്ങനെ നേരിടും? അതൊരു വലിയ ചോദ്യമാണ്. ഭയത്തോടെ വാതിലടച്ചിരിക്കുമോ, അതോ എവിടെ വീണാലും മുളയ്ക്കാൻ തയ്യാറായ ഒരു വിത്തിന്റെ പ്രതീക്ഷയോടെ ആ വാതിൽ തുറക്കുമോ? ഈയൊരു ചോദ്യം നിങ്ങളുടെ ചിന്തയ്ക്കായി വിട്ടുകൊണ്ട് ഈ ആഴത്തിലുള്ള വിശകലനം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.